ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് ഇനിയും മതിയായി. ഇത് ലാസ്റ്റാണ്. സോ വൈകുന്നേരത്തെ ഒരു ചായയും അതിൻ്റെ കൂടെ ഒരു മധുരക്കിഴങ്ങും വിഴുങ്ങിയിട്ടുള്ള ബാക്കി പരിപാടിയാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗോ ടു ദ ബാക്കി പരിപാടി. കഴിഞ്ഞ ദിവസം അർഹുവിന് നമ്മുടെ കുറുക്കിലിടാനായിട്ട് കുറച്ച് നട്ട്സ്, അതായത് വാൾനട്ടും അതുപോലെ തന്നെ ആൽമണ്ട്സും കാഷ്യൂസും, ഇത് മൂന്നും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പൗഡർ മേക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നട്ട്സ് ഇടാവുന്നതാണ്. ഓരോന്നും സെപ്പറേറ്റ് നമുക്ക് ചൂടാക്കി, അതായത് വറുത്തെടുക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് നട്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പൗഡർ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ആൽമണ്ട്സും അതുപോലെ തന്നെ കാഷ്യൂസും വാൾനട്ട്സും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാം ഈ മൂന്നും ഒരു 100 ഗ്രാം വെച്ചിട്ടാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ നട്ട്സാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏതൊക്കെ നട്ട്സാണ് ബേബിക്ക് കൊടുക്കാൻ താല്പര്യം എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പൗഡർ മേടിക്കാവുന്നതാണ്. ബദാം റോസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്തത് ഞാൻ നമ്മുടെ കാഷ്യൂസ് ഇതേപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ സിമ്മിലോ വെച്ചിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെ കാഷ്യൂസും നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് വാൾനട്ട്സ് ആണ്. അത് നമുക്ക് ഇതേപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ വാൾനട്ടും നമ്മൾ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മൂന്നിൻ്റെയും ചൂട്, ഇപ്പോൾ ഈ റോസ്റ്റ് ചെയ്തതിൻ്റെ ചൂട് പോകാനായിട്ട് നമുക്കൊന്ന് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അത് റെസ്റ്റ് ചെയ്ത്, അതായത് ചൂട് പോയതിന് ശേഷം നമുക്കിതെടുത്തിട്ട് പൊടിക്കാൻ തുടങ്ങാം. അങ്ങനെ അതിൻ്റെ ചൂടൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. ഞാനത് പൊടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് വാൾനട്ടാണ് പൊടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് പൊടിക്കുന്ന സമയത്ത് മാക്സിമം സെപ്പറേറ്റ് തന്നെ പൊടിക്കുക. പിന്നെ നമ്മളിത് പൊടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിർത്തിയിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഒറ്റ സ്ട്രെച്ചിൽ നമ്മളിത് പൊടിക്കുന്ന സമയത്ത് ഇതൊന്ന് എണ്ണ ഇറങ്ങിയിട്ട് ഇത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യും. അപ്പോൾ നമുക്കിത് ബാക്കി നല്ല രീതിയിൽ പൊടിച്ചെടുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നിർത്തിയിട്ട് നമ്മളിത് പൊടിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ നമുക്ക് അടുത്തത് ആൽമണ്ട്സും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാവുന്നതാണ്. മാക്സിമം ഈ പറഞ്ഞ പോലെ തന്നെ നിർത്തിയിട്ട് പൊടിച്ചെടുക്കുക. അതിന് ബദാം നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ്, അതായത് ആൽമണ്ട്സും അതുപോലെ തന്നെ വാൾനട്ടും കുറച്ചൊരു പണിയാണ് പൊടിച്ചെടുക്കാനായിട്ട്. പക്ഷേ കുഴപ്പമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ മാക്സിമം നമ്മൾ സ്ലോ ആയിട്ട് പെട്ടെന്ന് പണി തീർക്കാനായിട്ട് നോക്കാതെ മെല്ലെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അങ്ങനെ ഇതും നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള വാൾനട്ടിൻ്റെ മിക്സിലേക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ കാഷ്യൂസും ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാം. Ayo, pero recorda ahí. തോന്നി എന്തേ പഠിത്തമാണ്.
കാഷ്യൂസ് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞിട്ട് നല്ലൊരു ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു, പെട്ടെന്ന് പൊടിഞ്ഞിട്ട്. അങ്ങനെ നമുക്ക് ഈ മൂന്നും നന്നായിട്ട് ഒരുമിച്ചാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉടച്ചിട്ട് നന്നായിട്ട് നമുക്കിത് മൂന്നും മിക്സ് ചെയ്തെടുക്കാം. ഈ 3 നട്ട്സിൻ്റെ പൗഡർ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ഈർപ്പമൊന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു കുപ്പിയിൽ, നന്നായിട്ട് ഉണക്കമുള്ള ടൈപ്പ് ഒരു കുപ്പിയിൽ, നമുക്ക് കുപ്പിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ജാറിലൊക്കെ ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ നട്ട്സിൻ്റെ പൗഡർ നമുക്ക് നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന കുറുക്കിൻ്റെ കൂടെയൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് ഇടക്ക് മാറി മാറി കൊടുക്കുന്ന സമയത്ത് ടേസ്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് കഴിക്കാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം.